നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കണ്ഠരര് രാജീവരെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. കൊല്ലം വിജിലൻസ് കോടതിയാണ് 14 ദിവസത്തേക്ക് തന്ത്രിയെ റിമാൻഡ് ചെയ്തത്. സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി കണ്ഠരര് രാജീവരും തമ്മിലുള്ള ബന്ധത്തിന് 20 കൊല്ലത്തിലേറെ പഴക്കമുണ്ടെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 2007 മാർച്ചിലെ ഉത്സവകാലത്താണ് ചടങ്ങുകളിൽ രാജീവരുടെ തൊട്ടു പിന്നിൽ പ്രധാന സഹായിയായി പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നത്. പോറ്റിയെ തന്ത്രിയുമായി ബന്ധിപ്പിക്കുന്ന ഈ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർണായകമായി എന്നാണ് വിവരം. അതിനിടെ കണ്ഠരര് രാജീവരുടെ പങ്ക് സംബന്ധിച്ച് ഇന്നലെ നൽകിയ അറസ്റ്റ് റിപ്പോർട്ടിലും ഹൈക്കോടതിയിൽ മുൻപ് സമർപ്പിച്ച റിപ്പോർട്ടിലും SIT സ്വീകരിച്ചത് വ്യത്യസ്ത നിലപാടുകൾ. A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് SIT ഏതാനും ദിവസം മുൻപ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പാളികളിൽ സ്വർണം പൂശാനുള്ള തന്ത്രിയുടെ കണ്ഠരര് രാജീവര് അപേക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ തന്ത്രിയുടെ അഭിപ്രായം തേടിയില്ലെന്നും ആചാരപരമായ അനുജ്ഞ വാങ്ങിയില്ലെന്നും പാളികളുടെ അറ്റകുറ്റപ്പണി തന്ത്രിയുടെ അപേക്ഷ അനുസരിച്ചായിരുന്നെന്ന പത്മകുമാറിന്റെ വാദം അടിസ്ഥാനമുള്ളതല്ല എന്നുമായിരുന്നു. എന്നാൽ ഇതിന് നേർവിപരീതമായി രാജീവർക്ക് ഗൂഢാലോചനയിൽ തന്നെ പങ്കുണ്ടെന്നാരോപിച്ചാണ് ഇന്നലെ SIT റിപ്പോർട്ട് നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കേസെടുത്തതിനു പിന്നാലെ നടപടി വേഗത്തിലാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാന പ്രതിയടക്കമുള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ തിങ്കളാഴ്ച കോടതിയെ സമീപിച്ചേക്കും എന്നാണ് വിവരം. നഷ്ടത്തിന്റെ ആകെ മൂല്യം കണക്കാക്കി പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടിയും ഉടനുണ്ടാകും. SIT പ്രതി ചേർത്ത എല്ലാവരെയും പ്രതികളാക്കിയാണ് കൊച്ചി യൂണിറ്റ് ECIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് ED അന്വേഷണം. ശബരിമലയിൽ SIയുടെ ATM കാർഡ് കൈക്കലാക്കി 10,000 രൂപ കവർന്നതിന് സ്വകാര്യ കമ്പനിയുടെ താൽക്കാലിക ജീവനക്കാരൻ അറസ്റ്റിൽ. മാളികപ്പുറം 15-ാം നമ്പർ അരവണ കൗണ്ടറിലെ ജീവനക്കാരൻ മാവേലിക്കര കണ്ടിയൂർ അറയ്ക്കൽ തെക്കതിൽ ജിഷ്ണു സജികുമാറിനെയാണ് ദേവസ്വം വിജിലൻസ് പിടികൂടിയത്. സന്നിധാനത്തെ കൗണ്ടറുകളിൽ അപ്പം, അരവണ എന്നിവ നൽകുന്നത് ധനലക്ഷ്മി ബാങ്ക് നിയോഗിച്ചിട്ടുള്ള സ്വകാര്യ കമ്പനിയാണ്. അവരുടെ താൽക്കാലിക ജീവനക്കാരനാണ് ജിഷ്ണു. തമിഴ്നാട്ടിൽ നിന്ന് ദർശനത്തിനെത്തിയ ചെന്നൈയിലെ SI വടിവേലിന്റെ ATM കാർഡ് ഉപയോഗിച്ചാണ് പണം തട്ടിയത്. മകരവിളക്ക് ഉത്സവത്തിലെ 3 ദിവസങ്ങളിൽ ശബരിമലയിൽ കൃത്രിമമായി തിരക്കുണ്ടാക്കിയതിനെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങി. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള രഹസ്യാന്വേഷണ വിഭാഗമാണ് അന്വേഷണം നടത്തുന്നത്. ഇവർ ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. പോലീസ് കൃത്രിമ തിരക്ക് സൃഷ്ടിച്ചെന്ന് സ്പെഷ്യൽ കമ്മീഷണർ R. ജയകൃഷ്ണൻ ഹൈക്കോടതിയിൽ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. അനധികൃതമായി കടത്തിയ 40 ലക്ഷം രൂപയുമായി പെരിന്തൽമണ്ണയിൽ 3 പേർ പോലീസ് പിടിയിലായി. മലപ്പുറം ചട്ടിപ്പറമ്പ് സ്വദേശികളായ മുഹമ്മദ് ഷരീഫ്, അനസ് അഹമ്മദ്, മുഹമ്മദ് മഷ്ഹൂദ് എന്നിവരാണ് പിടിയിലായത്. മിനി ബസ്സിൽ ഒളിപ്പിച്ചാണ് സംഘം പണം കൊണ്ടുവന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ് പണം കൊണ്ടുവന്നതെന്ന് ഇവർ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചു. ബിസിനസ് ഇടപാടിലെ പണമാണെന്നാണ് ഇവരുടെ വിശദീകരണം. എന്നാൽ രേഖകളില്ലാത്ത കുഴൽപ്പണമാണിതെന്നും മലപ്പുറത്തേക്ക് വിതരണത്തിന് കൊണ്ടുവന്നതാണെന്നുമാണ് അന്വേഷണത്തിന് ശേഷം പോലീസ് പറയുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിൽ നിയമനങ്ങൾ നടത്തുന്നതിൽ നിന്ന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനെ ഒഴിവാക്കി ഹൈക്കോടതി. ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിക്കാണ് ഇതിനുള്ള അധികാരമെന്നും ജസ്റ്റിസ് സുശ്രുത് അരവിന്ദ്, ധർമാധികാരി ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ഗുരുവായൂർ ദേവസ്വത്തിലും അനുബന്ധ എയ്ഡഡ് സ്ഥാപനങ്ങളിലും വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ച് റിക്രൂട്ട്മെന്റ് ബോർഡ് പുറപ്പെടുവിച്ച പുതിയ വിജ്ഞാപനങ്ങൾ കോടതി റദ്ദാക്കി. ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി നിയമാനുസൃതമായി പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ച് നിയമന നടപടികൾ ഇനി ആരംഭിക്കണം. GST വകുപ്പ് റെയ്ഡ് നടത്തിയതും ലൈസൻസ് റദ്ദാക്കിയതുമായ സ്ഥാപനങ്ങളിലെത്തി GST ഉദ്യോഗസ്ഥർ ചമഞ്ഞ് സംസ്ഥാനത്തുടനീളം തട്ടിപ്പ് നടത്തി വന്ന സംഘത്തെ പിടികൂടി. പിഴയും കുടിശ്ശികയും തവണകളാക്കി നൽകാമെന്നും കുറവ് ചെയ്ത് നൽകാമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ്. അടൂർ ഏറത്ത് ബെൻ ഏഥൻസിൽ ബിജോ മാത്യു, തിരുവനന്തപുരം ചെമ്പഴന്തി ജലജ ലൈൻ ശ്രീഹരി വീട്ടിൽ ഇമാനുവൽ, തിരുവനന്തപുരം കവടിയാർ ഡേവിസ് കോട്ടേജിൽ ഡെന്നിസ് ജേക്കബ് എന്നിവരാണ് പിടിയിലായത്. ഉന്നത ഉദ്യോഗസ്ഥരെയും നേതാക്കളെയും പരിചയമുണ്ടെന്ന് പറഞ്ഞും അവരോടൊത്തുള്ള ചിത്രങ്ങൾ കാണിച്ചും വിശ്വാസം നേടിയെടുത്തായിരുന്നു തട്ടിപ്പ്. കോഴഞ്ചേരിയിലെ ഒരു ബേക്കറിയിലെത്തിയ ബിജോ മാത്യു GST ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ ഉടമയ്ക്ക് സംശയം തോന്നി. GST വകുപ്പിലെ ഇന്റലിജൻസ് ഡെപ്യൂട്ടി കമ്മീഷണറെ വിവരം അറിയിച്ചപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത്. പ്രതികൾ വിവിധയിടങ്ങളിൽ നിന്ന് തട്ടിയത് 89 ലക്ഷം രൂപയാണെന്നാണ് പ്രാഥമിക വിവരം. MSC എൽസ 3 കപ്പൽ അപകടത്തെ തുടർന്ന് തീരങ്ങളിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക്, അസംസ്കൃത വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിന്റെ മറവിൽ അഗ്നിരക്ഷാസേനയുടെ തീവട്ടിക്കൊള്ള. കപ്പൽ മറിഞ്ഞ് 1 വർഷത്തിലേക്ക് അടുക്കുമ്പോഴും മാലിന്യ നീക്കത്തിന്റെ മറവിൽ അഗ്നിരക്ഷാസേന വെട്ടുന്നത് ലക്ഷങ്ങൾ. പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ ഇപ്പോഴും ചാക്ക് കണക്കിന് നീക്കം ചെയ്യുന്നുവെന്നാണ് അഗ്നിരക്ഷാ സംഘത്തിന്റെ കണക്കുകൾ. സേവാഭാരതിയും K. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നടപ്പാക്കുന്ന
തലചായ്ക്കാനൊരിടം പദ്ധതിയിലൂടെ നിരാലംബരായ ഒരു കുടുംബത്തിനു കൂടി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. തൃശൂർ ജില്ലയിലെ മണലൂർ പഞ്ചായത്തിലെ വിളക്കുംകാലിനടുത്തുള്ള കണ്ടശാം കടവ് സുധാ രാജീവ് പറഞ്ഞാട്ടിലിനും കുടുംബത്തിനുമാണ് വീട് നിർമ്മിച്ചു നൽകിയത്. മണലൂർ BSNL ഓഫീസിന് സമീപമാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തെ ഭീകര ബോംബാക്രമണങ്ങളുടെ വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ച് സൂക്ഷിക്കുകയും അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം ഒരു ഡേറ്റ സംവിധാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു. ബോംബാക്രമണങ്ങൾ തമ്മിലുള്ള സാമ്യം കണ്ടെത്താനും പിന്നിലുള്ളവരെ തിരിച്ചറിയാനുമുള്ള നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ അധിഷ്ഠിതമായ നാഷണൽ ഡിജിറ്റൽ IED ഡേറ്റ മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ് തുടക്കം കുറിച്ചത്. ദേശീയ സുരക്ഷാ സേന NSG വികസിപ്പിച്ചെടുത്ത സംവിധാനം ഭീകരവാദത്തിനെതിരായ അടുത്ത തലമുറ സുരക്ഷാ കവചമായി പ്രവർത്തിക്കുമെന്ന് അമിത് ഷാ പറഞ്ഞു. അയോധ്യ ക്ഷേത്ര പരിസരത്തും പാഞ്ച് കോസി പരിക്രമ യാത്ര പോകുന്ന വഴിയിലും മാംസാഹാരങ്ങൾ നിരോധിച്ചു ഉത്തർപ്രദേശ് സർക്കാർ. പ്രദേശത്തെ മതപരവും സാംസ്കാരികവുമായ ശുദ്ധി ലക്ഷ്യമിട്ടാണ് നടപടി. കടകൾക്കും ഹോട്ടലുകൾക്കും പുറമെ സൊമാറ്റോ, സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള ഓൺലൈൻ ഭക്ഷ്യ വിതരണ ആപ്പ് വഴിയും പ്രദേശത്ത് മാംസാഹാരങ്ങൾ വിൽക്കുന്നതും വിതരണം ചെയ്യുന്നതിനും അധികൃതർ വിലക്കി. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 15 കിലോമീറ്റർ ചുറ്റളവിലാണ് മാംസാഹാരം വിതരണം ചെയ്യുന്നതിന് അയോധ്യ ഭരണകൂടം കർശന വിലക്ക് ഏർപ്പെടുത്തിയത്. പഞ്ചകോശി പരിക്രമ പാതയ്ക്ക് കീഴിലുള്ള മേഖലകളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണ പ്ലാറ്റ്ഫോമുകൾ വഴി മാംസാഹാരം വിതരണം ചെയ്യുന്നതിനെതിരെ വ്യാപകമായ പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ കർശന നടപടി. ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ച് ജില്ലയിലെ ഇൻഡോ നേപ്പാൾ അതിർത്തി വഴി സാധുവായ വിസയും പാസ്പോർട്ടും രേഖകളുമില്ലാതെ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച ചൈനീസ് പൗരയാണെന്ന് സംശയിക്കുന്ന യുവതിയെ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തതായി അധികൃതർ അറിയിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ ഇന്ത്യ നേപ്പാൾ അതിർത്തിയോട് ചേർന്നുള്ള നൌദാൻവ പ്രദേശത്തെ ബൈരിയ ബസാറിലെ ഒരു നടപ്പാതയിലൂടെ സ്ത്രീ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടു. പതിവ് പരിശോധനയ്ക്കിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരെ തടഞ്ഞു. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ കൊൽക്കത്ത ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED സംസ്ഥാന പോലീസിന്റെ അകമ്പടിയോടെ റെയ്ഡ് സ്ഥലത്ത് ബലമായി കയറി നിർണായക രേഖകളും ഇലക്ട്രോണിക് തെളിവുകളും കൈക്കലാക്കി ഉച്ചയ്ക്ക് 12:15 സ്ഥലം വിട്ടുവെന്ന് ആരോപിച്ചു. റെയ്ഡിനിടെ ഗുരുതരമായ തടസ്സങ്ങൾ സൃഷ്ടിച്ചതായി ആരോപിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED കൽക്കട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ഇത് വ്യക്തമാക്കുന്നു. മമതയ്ക്കെതിരെ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടും ED ഹർജി കോടതിയിൽ സമർപ്പിച്ചു. ഗാസയുടെ സംരക്ഷണത്തിന് പാകിസ്ഥാന്റെ സഹായം വേണ്ടെന്ന് ഇസ്രായേൽ. ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ പദ്ധതി പ്രകാരം പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സ്ഥിരത സേനയിലേക്ക് പാകിസ്ഥാൻ സൈന്യത്തിന്റെ സേവനം നൽകാനുള്ള നിർദ്ദേശം ഇസ്രായേൽ പ്രതിനിധി നിരസിച്ചു. ഗാസ മുനമ്പിനെ സൈനികവൽക്കരിക്കുന്നതിന് സഹായിക്കുന്നതിന് ഇസ്രായേലുമായും ഈജിപ്തുമായും പുതുതായി പരിശീലനം ലഭിച്ച പാലസ്തീൻ പോലീസുമായും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര സ്ഥിരത സേനയ്ക്ക് UN രക്ഷാ കൗൺസിൽ അംഗീകാരം നൽകിയിരുന്നു. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പ്രതികാരമായി ജനുവരി 9 പുലർച്ചെ ഉക്രൈനിൽ നടന്ന ഏറ്റവും പുതിയ ആക്രമണത്തിൽ ഒറേഷനിക് ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് മോസ്കോ സൈന്യം തന്ത്രപരമായ ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വെള്ളിയാഴ്ച അറിയിച്ചതായി റിപ്പോർട്ട്. ആക്രമണങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം നൽകിയിട്ടില്ല. വെനസ്വേലൻ എണ്ണ കയറ്റുമതി ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ വാഷിംഗ്ടൺ ശക്തമാക്കുന്നതിനിടെ കരീബിയൻ കടലിൽ വെച്ച് അമേരിക്ക ഒലീന ടാങ്കർ പിടിച്ചെടുത്തു. സമീപ ആഴ്ചകളിൽ ലക്ഷ്യമിടുന്ന 5ാമത്തെ കപ്പലാണിത്. വെള്ളിയാഴ്ച US ഉദ്യോഗസ്ഥരാണ് ഇത് അറിയിച്ചത്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മറുഡോയെ കൊണ്ടുപോയതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അമേരിക്ക തട്ടിക്കൊണ്ടുപോകണമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞു. തുർക്കിയും നെതന്യാഹുവിനെ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നും പാകിസ്ഥാനികൾ അതിനായി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും ഖ്വാജ ആസിഫ് കൂട്ടിച്ചേർത്തു. വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും രാഷ്ട്രീയ അസ്വസ്ഥതകൾക്കും ഇടയിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വെള്ളിയാഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്തു. രാജ്യത്ത് നടക്കുന്നത് ഭീകരപ്രവർത്തനങ്ങൾ എന്ന് അദ്ദേഹം വിളിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഐക്യത്തിന് വേണ്ടി അദ്ദേഹം തന്റെ പ്രസംഗത്തിലൂടെ ആഹ്വാനം ചെയ്തു. 86-കാരനായ നേതാവ് സ്റ്റേറ്റ് ടെലിവിഷനിലാണ് പ്രസംഗം സംപ്രേഷണം ചെയ്തത്. തന്റെ പ്രസംഗത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ ആഞ്ഞടിച്ച ഖമേനി അമേരിക്കൻ പ്രസിഡന്റിനെ പ്രീണിപ്പിക്കാൻ സ്വന്തം രാജ്യത്തിനുള്ളിലെ സ്വത്തുക്കൾ നശിപ്പിച്ചുകൊണ്ട് തെരുവിലിറങ്ങി അശാന്തിക്ക് കാരണമാകുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. ഇറാനിലെ പ്രതിഷേധക്കാർക്കെതിരെ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചാൽ US സർക്കാർ അവരെ രക്ഷിക്കുമെന്ന് ട്രംപ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന് പിന്നാലെയാണ് ഖമേനിയുടെ ഈ പരാമർശങ്ങൾ. അഹങ്കാരത്തോടെ ഇരുന്നുകൊണ്ട് ലോകത്ത് മുഴുവൻ വിധി പറയുന്ന ആ കാര്യം സാധാരണയായി ലോകത്തിലെ സ്വച്ഛാധിപതികളും അഹങ്കാരികളായ ശക്തികളായ ഫറവോ, നിമ്രോദ്, റസ ഖാൻ, മുഹമ്മദ് റസ തുടങ്ങിയവരെ അട്ടിമറിച്ചത് അവർ അഹങ്കാരത്തിന്റെ കൊടിയിലായിരുന്നപ്പോഴാണ് എന്ന് അദ്ദേഹം അറിയണം. ഇയാളും അട്ടിമറിക്കപ്പെടും എന്നും പറഞ്ഞെന്നും റിപ്പോർട്ടുകളുണ്ട്. ഡൂംസ്ഡേ പ്ലെയിൻ എന്നറിയപ്പെടുന്ന US വ്യോമസേനയുടെ ബോയിങ് E-4B
നൈറ്റ് വാച്ച് ലോസ് ആഞ്ചലസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് തൊട്ടുമുമ്പ് വാഷിംഗ്ടൺ DC മുകളിലൂടെ പറക്കുന്നതായി അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വർദ്ധിച്ചുവരുന്ന ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ ഈ പ്രവർത്തനം ആഗോളതലത്തിൽ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. ഇറാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ അസാധാരണമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു. കഴിഞ്ഞ 12 മണിക്കൂറിനുള്ളിൽ നിരവധി US ആകാശ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകൾ KC-135 and KC-10 പാകിസ്ഥാൻ വ്യോമാതിർത്തിക്കുള്ളിൽ എത്തിയിട്ടുണ്ടെന്നും US RC-135 റിവറ്റ് ജോയിന്റ് ചാരവിമാനം ഇറാന്റെ ഏറ്റവും സെൻസിറ്റീവ് റൂട്ടുകൾക്ക് സമാന്തരമായി നീണ്ട നിരീക്ഷണ ട്രാക്കുകൾ പറത്തിയെന്നും ഇസ്ലാമാബാദിനടുത്തുള്ള സുരക്ഷിത സ്ഥലത്ത് വെച്ച് ഫീൽഡ് മാർഷൽ അസിം മുനീർ ഒരു മുതിർന്ന CIA പ്രവർത്തകനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതായി റാവൽപിണ്ടിയിലെ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുവെന്നും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. റീജിയണൽ റഡാർ ഡാറ്റ അടക്കം പങ്കുവെച്ചാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. കൂടാതെ നൂർഖാനും വാഷിംഗ്ടണും തമ്മിലുള്ള എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അതീവ ജാഗ്രതയിലേക്ക് നീങ്ങിയെന്നും ചർച്ചകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.